നല്ല കാണാനും എല്ലാരും നല്ല രസമുണ്ട്. എസ്പെഷ്യലി സുജാത ചേച്ചി സാരി ഉടുത്ത് സുന്ദരിയായിട്ടുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു. തിളങ്ങിയിരിക്കുക നമ്മുടെ സുജാത ചേച്ചി. താങ്ക് യു അമ്മയടുത്ത് പ്രത്യേകിച്ച് ഞങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല. നിങ്ങളും ഉണ്ട്, എന്നാലും മമ്മി സുജാത ചേച്ചിനെയാണ് കൂടുതൽ എടുത്തു പറഞ്ഞത്. നമ്മളെ കണ്ടു അല്ലേ? കണ്ടു. അല്ലാതെ എന്താന്നറിയോ, പെണ്ണുങ്ങളാവുമ്പോ പെട്ടെന്ന് പെണ്ണുങ്ങളെ തന്നെ ഒന്ന് സാരി ബ്ലൗസ് അങ്ങനെ ഒരു അറ്റൻഷനിലേക്ക് വരും. അതും പറഞ്ഞു പെണ്ണുങ്ങളായെന്ന് പറഞ്ഞപ്പോ രഞ്ജിനി അവര് പെണ്ണുങ്ങളെ പറ്റിയല്ലേ സംസാരിക്കുന്നത്? ഇല്ല, പറഞ്ഞു. ഇതിന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞു. രഞ്ജിനി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്റെ മമ്മി. കാരണം രഞ്ജിനി ചേച്ചിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എപ്പോഴാണെന്നോ, ഞാനിങ്ങനെ മിയ ഒക്കെ ആവുന്നതിന് മുമ്പ് ജിമി എന്നുള്ള പേരിലിരിക്കുന്ന സമയത്ത് മിസ് കേരള ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു ഇവന്റ് കേരള ഫിറ്റ്നസ്. അപ്പൊ ആ ഇവന്റ് ഹോസ്റ്റ് ചെയ്തത് രഞ്ജിനി ചേച്ചിയായിരുന്നു. നിരവധി ബ്യൂട്ടിഫുൾ ഗേൾസിനെ ബ്യൂട്ടി കോൺടെസ്റ്റിൽ അനൗൺസ് ചെയ്യാനുള്ള ഭാഗ്യം പ്രായം കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും രഞ്ജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു മഹാസംഭവമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പറയാം, ഇപ്പൊ ഓണത്തിന്റെ സമയമാണല്ലോ. നമ്മളെല്ലാവരും ഓണത്തിന്റെ ഡ്രസ് വെക്കുമ്പോ ഓണം മുതൽ ക്രിസ്തുമസ് വരെ എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നമ്മൾ മേളിലോട്ടൊന്ന് ഡൈ തലയിലുണ്ട്. അതെ അതെ അതെ, ഇവിടുന്ന് കുറച്ച് നമ്മളൊന്ന് ഡൈ ചെയ്തെടുക്കുവാണെങ്കിൽ ക്രിസ്മസ് പാപ്പ വരെ. അതെ അതെ, തലയിൽ ന്യൂ ഇയറും നോക്കൂത്തി ആക്കാതിരുന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം നോക്കൂത്തി ആക്കിയത് ഇപ്പൊ അതല്ല, ഇപ്പൊ ചിരി കാണുമ്പോ മാവേലി എന്നാണ് ഞാൻ ആക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും. കാരണം എല്ലാരും കൊണ്ടും കൊടുത്തും വളരെ ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ഇവിടെ പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായി. ഒരു പ്രശ്നമില്ല.